ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്ന് ശകല ഷെറി എന്ന് പറയുന്ന ഒരു യുവതിയും അവരുടെ കുഞ്ഞും, 7 വയസ്സുള്ള കുഞ്ഞും കാണാതായെന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരുന്നത്. പക്ഷെ സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒളിച്ചോടുകയാണ് ചെയ്തത്. ഈ 7 വയസ്സായ കുട്ടിയായിട്ട് ഈ സ്ത്രീ ഒരു മൊബൈൽ ഷോപ്പുകാരനായിട്ട് ഒളിച്ചോടി. ഈ മൊബൈൽ ഷോപ്പുകാരനെ കണ്ടു കഴിഞ്ഞാൽ അവനെ എന്തോ ഒരു വില്ലൻ ലുക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക ഫ്രോഡ് പോലെയാണ്. അവനും ഭാര്യ 1-2 കുട്ടികളും ഉണ്ട്. അവന് 2-3 കുട്ടികളുണ്ട് അവന്. എന്നിട്ട് ആ ഭാര്യനെ വഞ്ചിച്ചിട്ടാണ് ഇവളുമായിട്ട് ഇറങ്ങി തിരിച്ചത്. അതോ ഇവള് പോണതോ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ ഒക്കെയാണ് പോണത്. എന്തിനാണെന്നറിയോ? സുഖമായിട്ട് ജീവിക്കാൻ, ലൈംഗിക സുഖം ആശ്വസിച്ചിട്ട് പോവുകയാണ്. ഈ ഷാകല എന്ന് പറയുന്ന ഇവളുടെ ഈ ഭർത്താവ്, പ്രവാസിയായ ഭർത്താവ്, അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജയ്സൽ, അങ്ങനെ എന്തൊരു പേരാണ്. അദ്ദേഹം മാധ്യമങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ 2 വർഷമായിട്ട് ഗൾഫിലാണ്. ഞാൻ കഷ്ടപ്പെട്ട ഒരു വീടുണ്ടാക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ ഈ ഗൾഫിൽ കടന്ന് ഞാൻ ഇങ്ങനെ അഹോരാത്രം പണിയെടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലത്തെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഗൾഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ സുഖം, ഗൾഫ് UAE എന്നൊക്കെ പോകുക എന്ന് പറയുമ്പം ഭയങ്കര സുഖമാണ്. പക്ഷേ അതിൻ്റെതായ റിസ്കുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ പാവം കാണാനില്ലാന്നുള്ള വാർത്തയൊക്കെ അറിഞ്ഞു. ഈ പാവം ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാനിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരാഴ്ചയ്ക്ക് മുമ്പേ ഇവള് ഇറങ്ങി ഓടുകയാണ്. അപ്പം അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എൻ്റെ പേര് ജയ്സല്. ഞാൻ കിനാലൂർ ഏഴുവണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര പോവുക. പിന്നെ ഇവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവം ജസീൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, നല്ലൊരു കാലം അയാൾ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പം 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാള്, ആ ഭാര്യയുടെ ഇതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ കൊച്ചിനെ കിട്ടിയാൽ മതി, അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ളതാണ്. അവളുടെ കാര്യമേ പറയുന്നില്ല. ഞാൻ അയാളോട് പറയുന്നത്, എൻ്റെ പൊന്നര സുഹൃത്ത്, പൊന്നു സുഹൃത്ത്, നിങ്ങൾ ആ കുട്ടിയെ എങ്ങനെയും കിട്ടുക എന്നുള്ള ഒരു പരിപാടി നോക്കുക, അപ്പോൾ ഏർപ്പാട് ചെയ്യുക. ഇവള് പോട്ടെ, ഇവള് പോയി തൊലയട്ടെ. കാരണം ഇവള് കണ്ടവൻ്റെ പുറകെ അഴിഞ്ഞടി നടക്കുന്നവളാണ്. അവളെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അവൻ്റെ ഭാര്യനെ വഞ്ചിച്ചിട്ടാണ് അവൻ ഇവളുടെ പുറകെ നടക്കുന്നത്. അവനൊരു മൊബൈൽ ഷോപ്പുകാരനാണ്. അപ്പം എനിക്ക് ആ സ്ത്രീയോട് പറയാനുള്ളത്, ഇവൻ്റെ ഭാര്യയോട് പറയാനുള്ളത്, അവൻ പോട്ടെ സ്ത്രീയെ, നിങ്ങൾ ആ 3 കുട്ടികളെയായിട്ട് നിങ്ങൾ എങ്ങനെയും ജീവിക്കാനുള്ള പരിപാടി നോക്കുക. അവൻ പോയി തൊലയോ ജീവിക്കോ എന്തെങ്കിലും ചെയ്തോട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കുറച്ച് ദിവസം ഉണ്ടാവും. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ ഇവളെ ഉപേക്ഷിക്കും. അപ്പോൾ ഇവളെ എല്ലും കഷ്ണം കിട്ടിയ പട്ടിയുടെ പോലെ, അല്ലെങ്കിൽ ഈ അങ്ങാടിക്കൂടി തെരുവ് പൊട്ടി നടക്കുന്നത് പോലെ ഇവള് പിന്നെയും തിരിഞ്ഞ് ഇങ്ങോട്ട് കയറി വരും. ഇവിടെ നിന്ന് ആ വീട്ടിൽ കയറ്റരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലുള്ള വഞ്ചനയാണ് അവൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് എന്ന് പറയുമ്പം എല്ലാ ഭാര്യമാർക്കും അവരുടെ കൺകണ്ട ദൈവമാണ്. ഇനി അവൻ എങ്ങനെയുള്ളവനായാലും. പക്ഷേ ഈ ഒരു പാവം മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായിട്ട് ഇവൾ 18 ലക്ഷം രൂപയുടെ ഒരു സ്വർണ്ണമെങ്കിലും ഉണ്ടാവും അത്. അപ്പോൾ ആ സ്വർണ്ണമൊക്കെ കളഞ്ഞു കുളിച്ചിട്ടാണ് ഇവള് ഇറങ്ങിത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? എത്ര വിഷമം ഉണ്ടാവും ആ പാവം മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ്റെ, ഒരു ഫാമിലിയുടെ ജീവിതം കളഞ്ഞു കുളിച്ചിട്ടല്ല ഒളിച്ചോടുന്നത്. അതല്ലെങ്കിൽ നിയമപരമായിട്ട് ഇവള് ബന്ധം വേർപെടുത്തണം, അല്ലെങ്കിൽ ഇവൻ ബന്ധം വേർപെടുത്തണം അവളുമായിട്ട്. ഈ മൊബൈൽ കടക്കാരനാണെങ്കിലും ഈ
ശകല ഷെറിൻ എന്ന് പറഞ്ഞ ഇവളാണെങ്കിലും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊപ്പം ജീവിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം ഈ സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നിയമപരമായിട്ട് ബന്ധം ഒഴിയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബന്ധം ഒഴിഞ്ഞു പോകണം. എന്തിനാണ് അതിൻ്റെ ആവശ്യം തന്നെ? ആ പാവ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. 2 വർഷമായിട്ട് അദ്ദേഹം ഗൾഫിലാണ്. കാരണം നാട്ടിൽ വരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കടങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ അദ്ദേഹം വരത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങളുടെ രീതിയിൽ പറയാനുണ്ട്. എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുകണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര പോവുക. പിന്നെ ഇവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവും ജസീൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു കാലം അയാൾ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പം 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാള് വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാള്, ആ ഭാര്യയുടെ ശസ്റ്റായിട്ട് വൃത്തികേടായിട്ട് മണമായിട്ട് വൃത്തികെട്ട മണമാണ്. ഇതേപോലെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ. കാണുമ്പോൾ നല്ല അഴക്, നല്ല അനുഭൂതി. ഒരാള് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അത്രയും പ്രയാസങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെ പോയാൽ നന്നാവും എന്നുള്ളത്. ഒരു മൊയിലേന് ഭാര്യ ഇങ്ങനെ പോയി. ഇതിൽ ഈ പ്രകൃതി ബന്ധാവിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം ഇങ്ങനെ അധികവും ഈ 20-25 വയസ്സായ പയ്യന്മാരും ഒക്കെയാണ് ഈ അധികം പോകുന്നത്, പെണ്ണുങ്ങളും. ഈ ഭാര്യയും 3 കുട്ടികളും ഒക്കെയുള്ള ഈ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകണം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചേർത്തലയിൽ ഒരു ബാർ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ട് ഒരു റിസപ്ഷനിൽ ഒരു ചെറുക്കൻ ഇരിക്കുന്നുണ്ട്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ്റെ പേര് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ മനസ്സിലാവും. അപ്പം ഇതുപോലെ തന്നെ ഏതൊരു പെണ്ണുമായിട്ട് ഇവൻ ഇങ്ങനെ ഒരു ഇടപാടൊക്കെ ലൈനാവുന്നു, പ്രേമമാവുന്നു. അങ്ങനെ ഇവൻ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് ബാങ്കിൽ നിന്ന് പൈസ ലോൺ എടുത്തിട്ട് ഇവിടെ തീറ്റിപ്പോറ്റുവാണ്. പല സ്ഥലത്തൂടെ ടൂറ് പോണു, ഹണിമൂൺ പോലെ ആഘോഷിക്കുന്നു, അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു. ലാസ്റ്റ് അവസാനം ഇവൻ ഒരു ദിവസം ഇവിടെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഇവനത് മനസ്സിലായിട്ടില്ല. ഇവൻ കേൾക്കുന്നതും ഇവരോട് സംസാരിക്കുന്നതും. അപ്പോൾ ഇവർക്ക് വേറെ ആരോ കിട്ടി. ആരാണ്ടേ കിട്ടിയപ്പം ഇവൻ്റെ പൈസ ഒക്കെ തിന്ന് നക്കി ഇവനെ ഒരു രീതിയിൽ ഇവനെ ഒരു ഒന്നുമല്ലാത്ത രീതിയിലാക്കി. കരിവേപ്പില ചണ്ടി പോലെ, അതിൽ ഈ വേസ്റ്റൊക്കെ വലിച്ചെറിയുന്ന പോലെ ഉള്ള രീതിയിൽ ഇവനെ ആക്കിയിട്ട് അവിടെ മുങ്ങി. അപ്പോൾ ഇവനെ ഒരു സവളെ ഫോൺ വിളിക്കുമ്പം ഒന്നും അറിയാത്ത പോലെ അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. നിങ്ങളേതാ എന്താന്നുള്ള രീതിയിൽ ഇവർ ഫോൺ പിന്നെ ഇവനുമായിട്ട് ജന്മത്ത് സംസാരിക്കാനോ അടുക്കാനോ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇവൻ ലോൺ എടുത്ത പൈസ എല്ലാം അവിടെ തിന്ന് കളഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നമ്മൾ തമ്മിൽ ഇനി കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഇവൻ ഒഴിവാക്കുന്നു. ലാസ്റ്റ് ഇവൻ ആകെ ഭ്രാന്ത് പിടിച്ച പോലെ ആവുന്നു. ഇവൻ്റെ വിഷമം ഇവൻ്റെ മനസ്സിൽ കയറിയിട്ട് ഇവൻ ആകെ കരയുകയാണോ ദേഷ്യപ്പെടുകയാണോ ഒക്കെ. ദേഷ്യപ്പെടലും കരയിലും ഒരുപോലെയായി. എന്നിട്ട് പറഞ്ഞു നീ എൻ്റെ പൈസ തിരിച്ചു തരണം, നീ ഇതുവരെ വാങ്ങി തന്ന പൈസ എനിക്കിപ്പോൾ തന്നെ കിട്ടണം. ആര് തരുന്നു? അതൊന്നും കിട്ടത്തില്ല എന്ന് അവൾ പറഞ്ഞു. ഞാൻ ഒന്നും അറിയത്തില്ല, നിങ്ങൾ തന്നെയല്ലേ ഞാൻ ചിലവാക്കിയത്. അപ്പം അവൾ നല്ല ആളെ കിട്ടിയപ്പം, ഇവനേലും യോഗ്യനായ ഒരാളെ കിട്ടിയപ്പം അവൾ അവൻ്റെ പുറകെ പോയി. നാളെ അവളെയും വിട്ടിട്ട് അയാളെയും വിട്ടിട്ട് അവനെയും വിട്ടിട്ട് വേറെ ഒരുത്തൻ്റെ പുറകെ പോകും. ഇത് പൊതുവെ ഇങ്ങനെ ഈ സ്വാഭാവികമാണ്. നല്ല സുഖം തേടി നല്ല പിന്നെ ആണുങ്ങളെ നോക്കി പോകുന്ന പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങളെ നോക്കി നടക്കുന്ന അതുപോലുള്ള ആണുങ്ങളുണ്ട്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ശകല ഷെറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം അവൻ തേഞ്ഞൊട്ടി നടക്കുകയാണ്. അവൻ്റെ പൈസയും ലോൺ എടുത്ത പൈസയും പോയി.
ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ലോൺ എടുത്ത പൈസ കൊണ്ട് എന്തെങ്കിലും വീടിൻ്റെ പരിപാടി നോക്കുമോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് നടത്തുവാണെങ്കിൽ എത്ര നല്ല. ഒരു എവിടുന്നോ കണ്ടുമുട്ടി ഒരു പെണ്ണിനെ തീറ്റി പോറ്റാനായിട്ട് ഇവൻ ലോൺ എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെയൊക്കെ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ശരിയെന്നാ, ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊന്ന് പറയിപ്പിക്കാൻ, ഇങ്ങനെയുള്ള ഒരു സംഭവം കേട്ടപ്പം ഇത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.